അതുകൊണ്ടാവണം അവിടെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ്. തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ ബിച്ചുമ്മ ചുവപ്പ് മാത്രമേ ധരിക്കൂ. ബിച്ചുമ്മയ്ക്ക് ചുവപ്പ് വെറുമൊരു നിറമല്ല, വികാരമാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനടുത്താണ് മാളിയേക്കൽ തറവാട്. 200 വർഷമെങ്കിലും പഴക്കമുള്ള ഈ തറവാട്ടിൽ ഒരു കാലത്ത് നിരവധി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നുള്ളത് 40 പേർ മാത്രം. അത് അത്ര ചെറിയ സംഖ്യയല്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയവരായിരുന്നു മാളിയേക്കൽ തറവാട്ടുകാർ. മലബാറിലെ ആദ്യത്തെ മുസ്ലിം മഹിളാ സമാജം രൂപം കൊണ്ടതും ഇവിടെയായിരുന്നു. അതിനാൽ തന്നെ അക്കാലത്തെ മുസ്ലിം സമുദായം പുലർത്തിപ്പോന്നിരുന്ന അന്ധവിശ്വാസങ്ങളൊന്നും തന്നെ ഇവിടത്തുകാരെ സ്വാധീനിച്ചിട്ടില്ല. അവർ തികഞ്ഞ മതേതര ചിന്താഗതിക്കാരായിരുന്നു. ആ പാരമ്പര്യം ഇന്നും തുടരുന്നു. 70 കാലത്തൊരു തലശ്ശേരിയിലൊരു കലാപം ഉണ്ടായിരുന്നു. ആ കലാപത്തിന്റെ സമയത്തൊക്കെ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇറങ്ങി അവിടെ മതേതരത്വത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനം കലാപത്തിനെതിരായിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യത്തെ ഒരു കുടുംബമാണ്. മുസ്ലിം വർഗീയവാദികൾക്കെതിരായിട്ട് രംഗത്ത് വന്ന ഒരു മുസ്ലിം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും മതേതരത്വത്തിന്റെ ഒരു പ്രതീകമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് ഈ മാളിയേക്കൽ കുടുംബം. മാളിയേക്കൽ തറവാട്ടിൽ പാർട്ടിയുടെ സാന്നിധ്യം സദാ ഓർമ്മിപ്പിക്കുന്നു ബിച്ചുമ്മ. അവർ പണ്ടുമുതലേ പാർട്ടിക്കാരിയാണ്. ബിച്ചുമ്മയുടെ പ്രിയപ്പെട്ട സഹോദരൻ CPMന്റെ പ്രവർത്തകനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സഹോദരനോടൊപ്പം പാർട്ടിയുടെ ജാഥകൾക്കും സമ്മേളനങ്ങൾക്കും ബിച്ചുമ്മ പോകുമായിരുന്നു. സഹോദരൻ ഇന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അങ്ങനെ ചെങ്കൊടിയുടെ കടും നിറം ബിച്ചുമ്മയ്ക്ക് ആവേശമായി. ഇപ്പോൾ ചുവപ്പ് നിറം വിട്ട് മറ്റൊന്നുമില്ല. ചുവപ്പ് സാരി മാത്രമേ ഉടുക്കൂ. കാതിലും കഴുത്തിലും ഉണ്ട് ചുവപ്പിന്റെ സാന്നിധ്യം. പാർട്ടിയിൽ പോകുന്നേരം ജാഥക്കെല്ലാം പോകുമ്പോൾ ബാബുക്കാർക്ക് ഉണ്ടാവും മുമ്പിൽ. അവരെ കൂടെ പോകുമ്പോൾ ഈ ചുവപ്പ് സാരി തന്നെ ഞാൻ ഉടുക്കല്. ചുവപ്പ് കൊടിയും ചുവപ്പ് ജാഥയിൽ കുറേ കൊടിയില്ലേ ചുവപ്പ്, അതെല്ലാം കാണുന്നേരം ഒരു ചുവപ്പിനോട് ഒരു ആഗ്രഹം തോന്നി എനിക്ക്. അതന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചു. പിന്നെ ഇനി എന്റെ മരണം വരെ അതന്നെ ചുവപ്പ് സാരി ഇനി മാറ്റില്ല. ബിച്ചുമ്മയുടെ ഭർത്താവ് കുഞ്ഞമ്മദ് ഇന്നില്ല. മകൾ ഫാത്തിമ തലശ്ശേരി മുനിസിപ്പൽ കൌൺസിലറാണ്. ഉമ്മയുടെ ചുവപ്പ് മകളിലേക്കും പടരാൻ തുടങ്ങിയിരിക്കുന്നു. ഉമ്മാന്റെ സാരി ഉടുക്കുവോ മിക്കപ്പോഴും? അങ്ങനെ ഒരു ചെറിയ ചായവുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആ സാരിയോട് ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ എന്താ ഉമ്മാനെ പോലെ ചുവപ്പിലേക്ക് മാറുകയാണോ? കാരണം അത് കണ്ടുകൊണ്ട് എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോ ബിച്ചുമ്മയ്ക്കിപ്പോൾ 100ഓളം ചുവപ്പൻ സാരികളുണ്ട്. സദാനേരവും ചുവപ്പണിഞ്ഞ് അവർ ഒരാദർശമാണ് കൂടെ കൊണ്ടു നടക്കുന്നത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. പാർട്ടിക്കാർ ഭയങ്കര ഈ പാവങ്ങളോടെല്ലാം ഭയങ്കര ദയ, എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാർട്ടിനോട്. മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനെക്കാട്ടി എല്ലാ പാർട്ടിനെക്കാട്ടി ഒരു കൂടുതൽ സ്നേഹം എനിക്ക് മാർക്സിസ്റ്റിനോടാണ്. മാളിയേക്കൽ വീട് എപ്പോഴും ഉണർന്നിരിക്കുന്നു. തമാശകളും പാട്ടും രാഷ്ട്രീയ ചർച്ചകളും അവിടം ഉല്ലാസഭരിതമാക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലെ ആശയവിനിമയവും പൊട്ടിച്ചിരികളും അന്യമായി തീർന്ന കുടുംബങ്ങൾക്ക് ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. ജീവിതത്തിനു നേരെ ഇവർ മുഖം കറുപ്പിക്കുന്നില്ല. ഞാനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരു സ്ത്രീയാണ്. ആ കുടുംബത്തിലുള്ള മിക്ക ആളുകളും CPMുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ്. സ്ത്രീകളും ഞങ്ങളുടെ മിക്ക പരിപാടികളിലും പങ്കെടുക്കുന്നവരാണ്. ഗായക സംഘത്തിലൊക്കെ പലപ്പോഴും ഇവർ സജീവമായി പങ്കെടുക്കാറുണ്ട്. ഇലക്ഷൻ കാലത്ത് സംഘടിപ്പിക്കുന്ന എല്ലാ ഗായക സംഘ പരിപാടിയിലും ബീച്ചുമ്മ ഉണ്ടാകാറുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, നിങ്ങളെ ചോപ്പിൽ തന്നെയല്ലേ കാണുന്നുള്ളൂ, ഇതിനൊരു മാറ്റമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതെന്റെ മരണം വരെ അവരെ ഭാര്യ അങ്ങനെ തന്നെ ചോദിച്ചിന്. ഞാൻ പറഞ്ഞു, നീ എപ്പോഴും വെള്ളയിലല്ല, ഞാൻ ഇന്നെ കാണുന്നു. അതുപോലെ അന്ന ചോപ്പിലും ഭാര്യനോട്. ഭാര്യ എന്റെ വലിയ ഫ്രണ്ടാ.
AKG EK നായനാർ എന്നിങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ സന്ദർശകരായിരുന്നു. പിന്നെ മകനും പാർട്ടി പ്രവർത്തകനാണ്. വിളിപ്പാടകലെ പാർട്ടി ഓഫീസ്. വിച്ചുമ്മയുടെ ചുവപ്പ് ഒരിക്കലും മങ്ങില്ല. മാർക്സിസ്റ്റിലായിപ്പോയി, ചുവപ്പിലായിപ്പോയി. ലീഗ് പച്ചക്കൊടി കാണുമ്പോൾ തന്നെ എനിക്കൊരു വെറുപ്പ. എന്തൊരു ദേഷ്യം പോലെ എനിക്ക് ഈ പച്ചയില കാണുമ്പോൾ. എല്ലാ കളറും വേറെ കളറും എല്ലാം തന്നെ കാണുമ്പോൾ വെറുപ്പ. ചുവപ്പ് എവിടെ കാണണോ അന്നേരം ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ ചുവപ്പിനാണ് ഞാൻ ആഹ്ലാദിക്കും. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്.